സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. താരായണീയത്തിൽ 4-ാമത്തെ ദശകം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പറഞ്ഞു, 2 പ്രകാരത്തിലാണ് മരണശേഷം സംഗതികൾ. ഒന്ന് പുനരാവർത്തി ഉള്ളത്, പിന്നെ പുനരാവർത്തി ഇല്ലാത്തത്. പുനരാവർത്തി ഇല്ലാത്തതിനെ പറ്റിയൊന്നും പറയാനില്ലല്ലോ. ഉള്ളവരാവട്ടെ രവിപദത്തിലേക്കൂടെ ധ്രുവപദത്തിലെത്തുന്നു എന്നൊരു കാര്യം. തുടർന്ന് മഹർലോകത്ത് മഹരാലയെ എത്തിയിട്ട് വേദസപദം ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ എത്തുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ പുനരാവർത്തി ഇല്ലാത്തവർക്ക് മോക്ഷം കിട്ടുന്നു, പുനരാവർത്തി ഉള്ളവർക്ക് മോക്ഷമില്ല എന്നാണോ? അങ്ങനെയല്ല. 2 കൂട്ടർക്കും ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മോക്ഷം തന്നെയാണ് കിട്ടുന്നത്. ഈ പുനരാവർത്തി ഉള്ളവർക്കും മോക്ഷം കിട്ടും. അതെങ്ങനെയാണെന്നാണ് പറയണത്. ഉള്ളവർക്ക് പുനരാവർത്തി ബ്രഹ്മലോകത്തിൽ എത്തിയവർ എങ്ങനെ മോക്ഷം പ്രാപിക്കുന്നു എന്നുള്ളതാണ് പറയണത്. ശ്ലോകം: തത്ര തപപതേതവ വസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസ. ബ്രഹ്മപദത്തിൽ പ്രാപിച്ചവർക്കും മുക്തി കിട്ടും. ഇന്നലെ പറഞ്ഞു, അത് മെല്ലെ കിട്ടുള്ളൂ എന്നേ ഉള്ളൂ, കിട്ടാതിരിക്കില്ല. നല്ല കാര്യത്തിന് പുറപ്പെട്ടവരൊക്കെ മോക്ഷത്തിൽ പോയിട്ടാണ് അവസാനിക്കുക. ഫിനിഷിംഗ് പോയിൻ്റ് മോക്ഷം തന്നെയാണ്. പുനരാവർത്തിക്കാർ ലേശം ഒന്നിങ്ങനെ താമസിച്ചിട്ടേ എത്തുള്ളൂ, വളഞ്ഞ വഴിക്ക് എത്തുള്ളൂ എന്നേ ഉള്ളൂ. നേരിട്ട് പാലക്കാട് പോണതും കുറച്ച് വളഞ്ഞു പോണതും പോലെ എത്തുന്നത് എവിടെയാണ്? പാലക്കാട് തന്നെയാണ്. അതുപോലെയാണ് പറയുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞ ബ്രഹ്മലോകത്തിലെത്തുന്നവർ, മഹർലോകം കഴിഞ്ഞ് ബ്രഹ്മലോകത്തിലെത്തുന്നവർ പ്രാകൃത പ്രളയം എന്ന് പറയുന്ന പ്രളയം കഴിയുമ്പോഴാണ് മോക്ഷം പ്രാപിക്കുന്നത്. ചിലപ്പോൾ അതിനു മുമ്പേയും മോക്ഷം പ്രാപിച്ചു എന്ന് വരും. അപ്പോൾ യോഗബലം കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ടാണ് അവർ മോക്ഷം പ്രാപിക്കുന്നത്. ബ്രഹ്മാണ്ടത്തെ പിളരുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഈ വ്യാഖ്യാനം കൊണ്ടൊന്നും അത് മനസ്സിലാവില്ല. ഇനി പല കൺസെപ്റ്റ്സും ഉണ്ട് പറച്ചിലിന് എന്നാണ് പറയണത്. പ്രതീകാത്മകമാണ്. സപ്താവരണ സംയുഗേ, സപ്താവരണത്തെ കടന്നിട്ടാണ് ഭാഗവത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ആവരണങ്ങളെന്ന് പറഞ്ഞാൽ ഈ 14 ലോകവും വ്യാപിച്ച ആവരണം അല്ല എന്ന് നമുക്കറിയാം. അതിനെ എങ്ങനെ ഒരു വ്യക്തി പിളരുക? അപ്പം അതെന്തൊക്കെയോ ചില പ്രതീകാത്മകമായിട്ടുള്ള പ്രതിപാദനമാകുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അത് മുഴുവനും നമുക്ക് ഇതുകൊണ്ട് വ്യക്തമല്ല. കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ വേണം, അറിയണം. അതൊക്കെ അറിയണമെങ്കിൽ എന്തായാലും ഈ ശരീരാദി ആവരണത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് ജീവന് മുക്തിയില്ല ആണ് അതിൻ്റെ സംഗതി. അതിൻ്റെ ആവരണത്തെ ഭേദിക്കുക എപ്പോൾ മാത്രമേ അപ്പോൾ മാത്രമേ മുക്തി കിട്ടുള്ളൂ എന്നതാണ് ഇതിൻ്റെ ആകപ്പാടെയുള്ള സാരാംശം. അത്രേ ഇപ്പം സാധാരണക്കാർക്ക് അറിയണ്ടു. അപ്പം നമ്മളാരും ഇതിൽ PhD എടുത്ത് പാസ്സാവാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പ്രകൃതിയിലേക്കുള്ളതായ ഈ ഒരു ആവരണത്തെ ഭേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പെടാതിരിക്കുക. പ്രകൃതി മായ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കാതെ ഇരിക്കുക. അപ്പോൾ ജീവൻ മുക്താവസ്ഥയാവാം, മരണശേഷമുള്ള മുക്താവസ്ഥയും ആവാം. ജീവൻ മുക്താവസ്ഥ അനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അല്ലാത്ത മുക്തി ഉണ്ടാവില്ല. ഇത് രണ്ടൊന്നുമല്ല. ജീവൻ മുക്താവസ്ഥ ശരിയായിട്ടുള്ള മുക്തിയുടെ ഒരു സ്റ്റെപ്പാണ്. അത് കൂടെ അല്ലാതെ ഒരാൾക്ക്
ഒരിക്കലെങ്കിലും ജീവൻ മുക്താവസ്ഥ അനുഭവിക്കാത്ത ഒരാൾക്ക് ആത്യന്തിക മുക്തി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ജീവൻ മുക്താവസ്ഥ പലപ്പോഴും മാറി വരുന്നതൊക്കെയാണ്. ചിലപ്പോൾ അത് നിലനിന്നോളണമെന്നില്ല, താൽക്കാലികമായിട്ടൊക്കെ നിൽക്കാം. ശരിയായിട്ടുള്ള മുക്തി പിന്നെ സ്ഥിരമാണെന്നാണ്, അത് ഇങ്ങോട്ട് വരവില്ലല്ലോ. അപ്പോൾ ഈ ജീവൻ മുക്താവസ്ഥയിൽ കൂടിയിട്ടേ യഥാർത്ഥ മുക്താവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ജീവൻ മുക്താവസ്ഥയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ജീവൻ ഈ ആവരണങ്ങളെ ഭേദിക്കുന്നുണ്ട്, എന്നിട്ടാണ് മുക്തി കിട്ടുന്നത് എന്നാണ് പറയുന്നത്. യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മോക്ഷം പ്രാപിക്കുകയോ പ്രാകൃത പ്രളയം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രളയമാണത്. ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രളയത്തിനെ ബ്രഹ്മപ്രളയം എന്ന് പറയും. അപ്പോൾ വേറെ ബ്രഹ്മാവാവും. ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനമാണ്, ഒരു ബ്രഹ്മാവേ അല്ല ഉള്ളൂ. എത്ര കൽപ്പങ്ങളുണ്ടോ അത്രയും കൽപ്പങ്ങളിൽ പ്രളയം വരുമ്പോൾ വീണ്ടും സൃഷ്ടി വരുമ്പോൾ വേറെ 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 ബ്രഹ്മാവ് ഉണ്ടാവും. അപ്പോൾ ഈ കൽപ്പത്തിലത്തെ 28ാമത്തെ ബ്രഹ്മാവാണ് ഇപ്പോഴത്തേന്നാണ് പറയണത്. ഈ കൽപ്പത്തിലത്തെ ഇത് മാറുമ്പോൾ വീണ്ടും ബ്രഹ്മാവ് മാറും. അതാണ് ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത്. ആ പ്രളയത്തിൽ മുക്തി പ്രാപിക്കുന്നു, ചിലപ്പോൾ അതിനു മുമ്പേ തന്നെ മുക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹർലോകത്തിലും നിന്ന് വിട്ട് ബ്രഹ്മലോകത്തിലെത്തുന്ന ഒരു ജീവൻ പ്രാകൃത പ്രളയം കഴിയുമ്പോഴാണ് ഭയം. കാരണം അതെന്താ കാരണം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവിൻ്റെ ആയുസ് ബ്രഹ്മാവ് ഉണ്ടാവില്ല. പിന്നെ ബ്രഹ്മലോകത്തിൽ നിൽക്കാൻ പറ്റുമോ? ബ്രഹ്മാവ് ഉണ്ടെങ്കിലല്ലേ ബ്രഹ്മലോകമുള്ളൂ. ബ്രഹ്മലോകം ഉണ്ടെങ്കിലല്ലേ ബ്രഹ്മലോകത്തിൽ നിൽക്കാൻ പറ്റൂ. പ്രാകൃത പ്രളയ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം പ്രാകൃത പ്രളയത്തിൽ ബ്രഹ്മാവ് ഇല്ലാതാവുന്നു. പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാൽ അതാണ് സംഗതി. പ്രളയം എന്ന് ബ്രഹ്മാവ് ഇല്ലാണ്ടാവും. അപ്പോൾ ബ്രഹ്മലോകം ഉണ്ടാവുമോ? ബ്രഹ്മലോകം ഇല്ലാച്ചാൽ ബ്രഹ്മലോകത്തിൽ നിൽക്കാൻ പറ്റുമോ? ഒരാൾ ഇല്ലാത്ത ലോകത്തിൽ നിൽക്കുക. അപ്പോൾ അവർക്ക് ഏതി മുക്തതാം, തനിയെ മുക്തി ലഭിക്കുന്നു. കീഴ്പ്പെട്ടൊന്നും അവർ വരില്ല എന്നർത്ഥം. ചിലപ്പോൾ സ്വേച്ഛയ, അവരുടെ ഇഷ്ടപ്രകാരം അതിനു മുമ്പ്, ഈ പ്രാകൃത പ്രളയത്തിന് മുമ്പേ മുക്തി പ്രാപിക്കുന്നു. തത്രവാ തവ പതേ അഥവാ വസൻ പ്രാകൃത പ്രളയ ഏതി മുക്തതാം. മഹാരാലയത്തിൽ ആസ്ഥിതനായിട്ട് ബ്രഹ്മലോകത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ അവസ്ഥയെ പ്രാപിക്കുന്നത്. അഥവാ തവ പദേ വസൻ, അങ്ങയുടെ പദത്തിലോ ബ്രഹ്മപദത്തിലോ വസിച്ച് എന്ത് ചെയ്യുന്നു? മുക്തിയെ പ്രാപിക്കുന്നു. മുക്തതാം ഗത. ഏതി മുക്തതാം എന്ന് പറഞ്ഞാൽ മുക്തതാം ഏതി, മുക്തിയെ പ്രാപിക്കുന്നു. എപ്പോ? പ്രാകൃത പ്രളയേ, പ്രാകൃത പ്രളയം വരുന്ന സമയത്തിങ്കൽ. തവ പദേ വസൻ, അങ്ങയുടെ പാദത്തിലോ ബ്രഹ്മലോകത്തിലോ വസിച്ച് പ്രാകൃത പ്രളയേ ഏതി, പ്രാകൃത പ്രളയം വരുമ്പോൾ മുക്തതാം ഏതി, പ്രാകൃത പ്രളയേ മുക്തതാം ഏതി, പ്രാകൃത പ്രളയം വരുമ്പോൾ മോക്ഷത്തെ പ്രാപിക്കുന്നു. അല്ലെങ്കിലോ സ്വേച്ഛയാ പുരാ, ഈ പ്രാകൃത പ്രളയത്തിന് മുമ്പേ തന്നെ, അത്ര പോവില്ല, അതിനു മുമ്പേ ജഗദണ്ഡം സംഭിഭിത്യ, ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രാകൃത പ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. ബ്രഹ്മാവില്ലാണ്ടാകുമ്പോൾ ബ്രഹ്മലോകം ഇല്ലാണ്ടാവുന്നു. അല്ലെങ്കിലോ അതിനും മുമ്പേ, ഈ പ്രാകൃത പ്രളയം വരുന്നതിന് മുമ്പേ, പുര എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ എന്നാണ്, പ്രളയത്തിന് മുന്നേ ജഗദണ്ഡം സംഭിഭിത്യ, ജഗദണ്ഡത്തെ സംഭിഭിത്യ, അണ്ഡത്തെ പിളർന്ന് മുക്തിയെ പ്രാപിക്കുന്നു. ഇനി അടുത്തത് ഈ മുക്തിയെ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ഒന്നും കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ശ്ലോകം തസ്യ ക്ഷിതിപയോ മഹോ നില വ്യോമകത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതിതേ പദം അനാമൃതം വിഭോ. ഏ വിഭോ വിളിച്ചിരിക്കുകയാണ്. യോഗി എന്ത് ചെയ്യുന്നു? മുക്തിയെ പ്രാപിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പ്രാകൃത പ്രളയത്തിനോ പ്രാകൃത പ്രളയത്തിന് മുമ്പെയോ മുക്തിയെ പ്രാപിക്കുന്നു. അർഹതയ്ക്കനുസരിച്ച് പ്രാകൃത പ്രളയത്തിന് മുന്നേ ആവാം, പ്രാകൃത പ്രളയത്തിൽ ആവും, വന്നിരിക്കും സമയത്തെങ്കിലും ആവാം.
എങ്ങനെ? ക്ഷിതി പയോ മഹോ അനിലത് വ്യോമകത് പ്രകൃതി സപ്തകാവൃതി ഇതിനെ ഭേദിച്ചിട്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്നിട്ട് എന്ന് നേരത്തെ പറഞ്ഞതിനെ ഇവിടെ വിശദീകരിച്ചു. എന്തൊക്കെയാണ് ബ്രഹ്മാണ്ടത്തിലുണ്ടാവുക, എന്താണ് ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞു, അതിനൊന്നാട് വിശദീകരിച്ചു. ഒന്നുമില്ല, ചോറ് എന്ന് പറഞ്ഞു മനസ്സിലാവില്ല, അത് അരി വെന്തിട്ടുള്ളത് എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനാണ് ചോറ് എന്ന് പറയുക. ഇപ്പോൾ ഒരാൾക്കത് അറിയില്ല എന്ന് വയ്ക്കുക, പറഞ്ഞു കൊടുക്കണ്ടേ. അതുപോലെ ആ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മുക്തിയെ പ്രാപിക്കുന്നു. അപ്പം എന്താണ് ബ്രഹ്മാണ്ടം? പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ. ഇങ്ങനെ 7 ആക്കിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വ്യത്യസ്ത രീതിയിൽ പറയാം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. എന്താണ്? പൃഥ്വി ഭൂമി, ജലം അഗ്നി, വായു, ആകാശം. നമ്മൾ പഞ്ചഭൂതങ്ങൾ പറയും. വളരെ എളുപ്പമാണ്. ഫിസിക്സ് പഠിച്ച് കുട്ടികൾക്കും കൂടി അറിയാം. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്, തന്മാത്രകളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് പിളരുന്നത്. അതിപ്പോൾ വലിയൊരു സംഗതി ഒന്നുമല്ല. ബ്രഹ്മാണ്ടത്തെ പിളർന്നു എന്നുള്ളത് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്താ ബ്രഹ്മാണ്ടം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഭൂമി, അതുപോലെ തന്നെ വെള്ളം, അഗ്നി, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങൾ ശരിക്കും ചിലർ പറയുന്നത് ചതുർഭൂതങ്ങളെ ഉള്ളൂ എന്നാണ്. അതാണ് കേട്ടോ. അത് പൃഥിവി ഉണ്ട്, ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്. ആകാശം ഒരു ഭൂതമല്ല എന്ന് ചിലർ വാദിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലമാണ്. ഒഴിഞ്ഞോടത്ത് പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ശൂന്യതയെ എങ്ങനെ ഒരു ഭൂതമാക്കിയിട്ട് കണക്കാക്കുക? ഭൂതം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വസ്തു എന്നാണ്. 105 ആണ് ഈ ഭൂതം. വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ഭൂതപ്രേതാദികൾ, ആ ഭൂതത്തിന് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതല്ല ഭൂതം. ഭൂതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടായത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഭൂതം ഭവ്യം, ഉണ്ടാവാൻ പോകുന്നത്. വർത്തമാനം ഇപ്പോഴത്തെ. എന്താ ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത്. പാസ്റ്റ് ടെൻസാണ്. ഭൂത ഉണ്ടായത്. അപ്പോൾ ആകാശം ഉണ്ടായിട്ടുമില്ല, നശിക്കണമില്ല, അവിടെ ഒന്നും ഇല്ല, ഇനി ശൂന്യതയാണ് വെച്ചാൽ പിന്നെ അതെങ്ങനെ ഭൂതമാവുക എന്നാണ് ചിലരുടെ ചോദ്യം. നമുക്കിപ്പോൾ അത് വലിയൊരു വിഷയമല്ല ഇവിടെ ഈ ശ്ലോകത്തിലെങ്കിലും സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആകാശം ഒരു ഭൂതമാണ് എന്നതാണ് യഥാർത്ഥ കാഴ്ചപ്പാട് എന്ന് അധികം ആളുകൾ യോജിക്കുന്നു, പണ്ഡിതന്മാർ. ഭൂതമാണ്. കാരണം ആകാശത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ഭൂതം ഉണ്ടെങ്കിലല്ലേ, വസ്തു ഉണ്ടെങ്കിലല്ലേ വസ്തുവിന് സ്വഭാവം ഉണ്ടാവൂ. ആകാശത്തിന് ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ആകാശം ഭൂതമാണെന്ന് പറയാൻ കാരണം. എന്താണ് ആകാശത്തിൻ്റെ പ്രത്യേകതകൾ? ആകാശത്തിൻ്റെ പ്രത്യേകതകൾ, ആകാശം ഉണ്ടാവുകൊണ്ടാണ് മിന്നൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആകാശം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ വയ്യ. ആകാശം ഇല്ലെങ്കിൽ, ആകാശം ഉണ്ടാവുകൊണ്ടാണ് മിന്നൽ വെച്ചാൽ ആകാശം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമോ? എന്തായാലും ഉണ്ടായതാണെങ്കിലും ഉണ്ടാവാത്തതാണെങ്കിലും അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇടിമിന്നണ്. മഴ പെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ? മേഘങ്ങൾ നിലനിൽക്കണു, ആകാശം അതായത് സമുദ്രത്തിൽ നിന്ന് വെള്ളം പോകുന്നു, അതിനങ്ങനെ പോയാൽ പോരെ. ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് തടയപ്പെട്ട് കീഴ്പ്പെട്ട് വരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ? ഇതാണ് ആകാശം എന്നത് ഭൂതമാണ് എന്നുള്ള ആൾക്കാർ വാദിക്കണം. അപ്പോൾ മഴ എവിടെ നിന്നാണ് പെയ്യണത്? ആകാശത്തു നിന്ന്. കടലിൽ നിന്ന് നീരാവി പോയിട്ട് ആകാശത്തിൽ പോയിട്ട് എന്തോ മാറിയിട്ട് വെള്ളമായി മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു വസ്തുവില്ലേ, ആകാശം എന്ന സംഗതി ഉണ്ട്. അല്ലാണ്ട് എങ്ങനെയാണ് മഴ പെയ്യണത്? ഇങ്ങനെയൊക്കെ വാദിച്ചിട്ട് ആകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിയായ വസ്തു എന്ന് പറയണം. വായു എന്ന് പറയുന്ന സംഗതി എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എല്ലാറ്റിനും നിൽക്കാൻ സ്ഥലം വേണം. നമുക്കിപ്പോൾ നിൽക്കാൻ ഭൂമിയില്ല വെച്ചാൽ നിൽക്കാൻ പറ്റുമോ? ചെയർ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുമോ? ഭൂമി അവിടെ ഇല്ല വെച്ചാൽ. ഭൂമി അവിടെ ഉണ്ടാവുകൊണ്ടായിരിക്കണം. ചെയറിലല്ല നമ്മൾ സത്യത്തിലിരിക്കണം. അതിൻ്റെ വെയിറ്റ് ഭൂമിയിലല്ലേ വരണേ. നിൽക്കാത്തൊരവസ്ഥ വന്നാൽ ചന്ദ്രനിൽ ചെയറിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമി വായു എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത് ആകാശം എന്ന ഭൂതത്തിലാണ്. അല്ലെങ്കിൽ വായുവിനെ സഞ്ചരിക്കാൻ പറ്റില്ല.
വായുവിനെ ഇളകാനോ നിലനിൽക്കാനോ പറ്റില്ല. ദ്രാവകമായിക്കോട്ടെ, വെള്ളം ഒരു പാത്രത്തിലല്ലേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കുളത്തിൽ നിൽക്കും, സമുദ്രത്തിൽ നിൽക്കും, അന്തരീക്ഷത്തിൽ വെള്ളം നിൽക്കുമോ? നിൽക്കില്ല. അപ്പോൾ വെള്ളത്തിന് നിൽക്കാൻ സ്ഥാനം ആവശ്യമാണ് അല്ലേ? അപ്പോൾ വായുവിന് നിൽക്കാൻ സ്ഥലം വേണ്ടേ? വായു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് നിൽക്കാനുള്ള സ്ഥലം വേണം. അല്ലെങ്കിൽ വായു എന്നൊരു സാധനം ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. സമ്മതിക്കാൻ പറ്റുമോ? വായു ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കേണ്ട. അപ്പോൾ അതിന് നിൽക്കാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ആകാശം ഭൂതമാണ് എന്ന് സമ്മതിക്കുന്നു. എന്താവട്ടെ, പൃഥിവി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ, പിന്നെ കൂടാതെ 2 കാര്യമുണ്ട്: മഹത്തത്വം, മായ. 2 മകാരം കൂടി ചേർന്നു. മഹത്തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി സ്ഥാനത്തിനെയാണ് മഹത്വം എന്ന് പറയുക. പെട്ടീന് തുറന്നാലാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് ചാടുക എന്ന് വയ്ക്കുക. ആ പെട്ടിക്കാണ് മഹത്വത്വം എന്ന് പറയുക. അതിന് ഉണ്ടാവുന്നതാണ് എല്ലാം, എന്തൊക്കെ വെച്ചൊക്കെ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് മഹത്വത്വം എന്നാൽ പെട്ടിയിൽ നിന്നാണ്. അതുവരെ ഒന്നുമില്ല, പെട്ടിയെ അടച്ചു വെച്ചാൽ ഈ രോഗേ ഇല്ല എന്നാണ് ആദ്യ സൃഷ്ടിയിടുമ്പോൾ. അപ്പോൾ ആ മഹത്വത്വവും പിന്നെ മായ. എന്താ അത് മായ എന്ന് പറഞ്ഞാൽ? പെട്ടി തുറക്കണച്ചാൽ ആരെങ്കിലും വേണ്ടേ? തന്നെ തുറക്കുമോ? പെട്ടി തുറന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി, സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരകത്വം വേണം, ആണ് മായ. ഭഗവാൻ നേരിട്ട് തുറക്കണമൊന്നുമില്ല, അടക്കണമില്ല, തുറക്കണമില്ല, ആക്കി വയ്ക്കണമില്ല, കളയണമില്ല, ഒന്നും ചെയ്യണില്ല. ആരാ ചെയ്യണമൊക്കെ മായയാണ്. അപ്പോൾ ഈ പ്രകൃതി എന്ന സംഗതി ആണ് മായ. അതുകൊണ്ടാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതൊക്കെ ഉണ്ടാവുന്നത്. മായാ സന്നിഹിതം ഒപ്രവിട്ട ഭൂഷാന്ന് അടുത്ത ദശകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് മഹത്വത്വം എല്ലാറ്റിൻ്റെയും ആദിമൂലമായിട്ടുള്ള സ്ഥിതി ചെയ്യുന്ന സാധനം, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി മായ. ഇതുകൂടാതെ പഞ്ചഭൂതങ്ങളെയും കടന്നിട്ടാണ് യോഗി മോക്ഷത്തെ പ്രാപിക്കുന്നത്. നേരത്തെ പറഞ്ഞു, പദം അനാവൃതം വിഭോ, അങ്ങയുടെ ആ പദത്തെ പ്രാപിക്കുന്നു. സപ്താവരണങ്ങളെ ഭേദിച്ചിട്ട് പെട്ടെന്ന് തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. മോക്ഷം പ്രാപിക്കുന്നു. പ്രാകൃത പ്രളയം വരുന്നതിന് മുമ്പേ ചിലർ മോക്ഷം പ്രാപിക്കും. പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ടാവും ചിലർക്ക് മോക്ഷം കിട്ടുക. അതെങ്ങനെയാണ്? പൃഥിവി, ജലം, അഗ്നി, വായു, വെള്ളം, ആകാശം എന്നീ പ്ലസ് മഹത്വത്വവുമായി ഇതിനെയൊക്കെയാണ് മറികടക്കുകയാണ്. അപ്പോൾ അവനെന്തായി? മുക്താവസ്ഥയെ പ്രാപിക്കണമെന്നാണ് വിശദീകരിച്ചു. ഇത്രയേ ഉള്ളൂ. സപ്താവരണങ്ങളെ ഭേദിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് സ്ഥൂലത്തിലും ആവാം, സൂക്ഷ്മത്തിലും ആവാം. നമ്മൾ സാധാരണ ഈ സൂക്ഷ്മാർത്ഥം പറയുമ്പോൾ ഈ ശരീരത്തിൻ്റെ അവസ്ഥകളെ മുഴുവനെ വിട്ട അവസ്ഥയ്ക്കാണ് ജീവൻ മുക്തി എന്ന് പറയുക. ഇവിടെ ഇരിക്കുമ്പോഴും ആവാം. ഇപ്പം പിളരുക എന്നൊക്കെ പറഞ്ഞാൽ കോടാലി മഴ കൊടുത്ത് പിളരുന്നില്ല, മനസ്സുകൊണ്ട് അതിനെ അതിക്രമിക്കുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. പിളരുക എന്ന് പറയണത് അതിൻ്റെ അപ്പുറത്ത് എത്തി നമ്മൾ എന്നർത്ഥം. ശരീരത്തിൻ്റെ ഭാവങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇനി പറയണം, പുനരാവൃത്തി പ്രാപിക്കാത്തതായിട്ട് ഇത്തരം അവസ്ഥയിലുള്ള യോഗി ഒരിക്കലും പുനരാവൃത്തി പ്രാപിക്കുന്നില്ല. സപ്താവരണങ്ങളെയും ഭേദിച്ചിട്ടുള്ള ഒരു യോഗി പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി പ്ലസ് മഹത്വത്വം, മായ എന്നീ സപ്താവരണങ്ങളെ കടന്ന ഒരാൾ ഇതിനൊക്കെ അതീതമായിട്ട് നിൽക്കാൻ പഠിച്ചാൽ അവൻ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. അതിനാണ് അർച്ചിരാതിഗതി എന്ന് പറയുക. അർച്ചിരാതിഗതി പുനർജന്മമില്ലാത്ത അവസ്ഥ. വേറൊരവസ്ഥ പുനരാവൃത്തി പ്രാപിക്കണ അവസ്ഥയാണ്. അത് അർച്ചിരാതിഗതി അല്ല. ധൂമം ആയിട്ട് ബന്ധപ്പെട്ട പുക മുതലായിട്ടത് ബന്ധപ്പെട്ട അജ്ഞാനത്തിൻ്റെ ഗതിയാണ്. ദക്ഷിണായന ഗതി എന്നാണ് അതിന് ഒരു പേര് പറയുക. അവർക്ക് പുനർജന്മമുണ്ട്, വീണ്ടും പുനർജന്മത്തെ പ്രാപിക്കുന്നു. അർച്ചിരാതിഗതി എന്ന് പറയപ്പെടുന്ന ഈ മുക്തിയെ പ്രതിപാദിക്കുന്ന മാർഗത്തിൽ എത്തിയവർ ഒരിക്കലും പുനർജന്മത്തെ പ്രാപിക്കണില്ല. ഭഗവാന്റെ ഈ വക മഹാത്മ്യങ്ങൾ പറയുന്ന എന്നെ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞേക്കാണ്. സച്ചിദാത്മക പവത് ഗുണോദയാൻ ഉച്ചരന്തമലിലേശപാഹിമാം. അവിടുത്തെ ഗുണഗണങ്ങളെ പറയുക മാത്രം ചെയ്യണം. ഞാൻ എന്ത് തെറ്റും ചെയ്യുന്നില്ല. ശരിക്കും എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക, അതല്ലേ ചെയ്യുന്നത്.
അവിടുത്തെ ഗുണഗണങ്ങളെ പാടി നടക്കുന്നവർക്കൊക്കെ അങ്ങ് അനുഗ്രഹം കൊടുക്കുന്ന എനിക്ക് എന്താണ് അനുഗ്രഹം തരാത്തത്? ഞാനും അതല്ലേ ചെയ്യുന്നത്. എൻ്റെ മഹത്വമോ വേറൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്, വേറൊരാളുടെ മഹത്വവും അല്ല. അങ്ങയുടെ മഹത്വം പറഞ്ഞു നടക്കുന്നതായിട്ടുള്ള എന്നെ അവിടുന്ന് തന്നെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ. വേറെ ആരും എനിക്ക് രക്ഷയ്ക്കായിട്ടില്ല. അതുകൊണ്ട് ഈ ചെയ്യുന്ന ആ കാര്യത്തിന് എന്നെ ഒന്ന് കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം ഉപസംഹരിക്കുകയാണ്. ഇപ്പം പറഞ്ഞു, പ്രാകൃത പ്രളയത്തിൽ മുക്തി നേടുന്നു, ബ്രഹ്മലോകത്തിൽ എത്തിയിട്ടുള്ള സൂര്യലോകം ബ്രഹ്മലോകം ഒക്കെ ഇന്നലെ പറഞ്ഞു. ധ്രുവപദത്തിലും അതിനുശേഷം മഹർലോകത്തിലും ബ്രഹ്മലോകത്തിലും എത്തിയിട്ടതായിട്ടുള്ള ജീവൻ സ്വേച്ഛയാ പ്രാകൃത പ്രളയത്തിൽ തന്നെ എത്തിച്ചേരും മോക്ഷത്തിൽ, അഥവാ അതിനു മുമ്പേ തന്നെ എത്തിച്ചേരും. ജഗദണ്ഡത്തെ പിളർന്നിട്ട് എന്ന് പറഞ്ഞു. ഇതാണ് ആദ്യത്തെ ശ്ലോകം. തത്രവാ തവ പഥേ തവ വസൻ, തവ പഥേ തവ വസൻ, ഭഗവാന്റെ പാദത്തിൽ വസിച്ചിട്ട്. പ്രാകൃത പ്രളയേതി മുക്തതാം, പ്രാകൃത പ്രളയത്തിൽ മുക്തി അല്ലെങ്കിൽ സ്വേച്ഛയാകലു പുര. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ, പ്രാകൃത പ്രളയത്തിന് മുമ്പെയാണ് ഈ പുര എന്നുള്ള വാക്ക് കാണിക്കുന്നത്. സംവിവിദ്യ ജഗദണ്ഡമോജസ, ബ്രഹ്മാണ്ടത്തെ പിളർന്ന് അവന് കഴിവുണ്ടെച്ചാൽ പ്രാകൃത പ്രളയത്തിന് മുമ്പേ തന്നെ മുക്തിയെ നേടുന്നു. തസ്യ ജക്ഷിതി പയോ മഹോനിലവ്യോമകർപ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ പിശൻ സുഖീയാദി തേ പദമനാവൃതം വിഭോ. ഇങ്ങനെയാണ് മുക്തി പ്രാപിക്കുന്നത് പ്രാകൃത പ്രളയത്തിലെത്തണതിൻ്റെ മുമ്പേ ഉള്ളവരുടെ കഥ. ക്ഷിതി പയോ മഹോ അനില വ്യോമക പ്രകൃതി സപ്തകാവൃതി, ഭൂമി, വെള്ളം, വായു, ആകാശം, പിന്നെ മായി മഹത്വം, ഇതിനെയും കടന്നിട്ടാണ് എന്ത് ചെയ്യണത്? മോക്ഷത്തെ പ്രാപിക്കുന്നത്. തത്തദാത്മകതയാ വിശൻസുഖി യാദിതേ പദമനാവൃതം വിഭോ, പരമാനന്ദമായിരിക്കുന്ന അവസ്ഥയെ ആ സമയത്ത് പ്രാപിക്കുകയും ചെയ്യുന്നു. തത്തദാത്മകതയാ വിശൻ സുഖി, അങ്ങനെയൊക്കെ 7 കാര്യത്തെ പിളർന്നു മുമ്പ് അവൻ പരമാനന്ദത്തെ അനുഭവിക്കുന്നു. മൊത്തത്തിൽ ഇവയാണ് അർച്ചിരാദിഗതി എന്ന് പറയണത്. അർച്ചിരാദിഗതിരി മീദൃശ്യം വ്രജൻ വിച്യുതിന്ന ഭജതേ ജഗത്പതേ. അവർക്കൊരിക്കലും പുനരാവർത്തിയോ പിന്നാക്കം പോക്കോ ഇല്ല. വിച്യുതി എന്ന് പറഞ്ഞാൽ അധപ്പതനം ന ഭജതേ, അധപ്പതനം ഇല്ല. സച്ചിദാത്മകഭവത് ഗുണോദയാനുച്ചരന്തമനിലേശ പാഹിമ. അവസാനത്തെ ശ്ലോകത്തിൽ വിശേഷിച്ചൊന്നും പറഞ്ഞില്ല, എന്നെ രക്ഷിക്കണേന്ന് മാത്രം. ഇതിനൊക്കെ കൂടി അർച്ചിരാധിഗതി എന്നാണ് പറയാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ സംഗതികളൊന്നുമില്ല. മുമ്പേ പറഞ്ഞതിന് പേരിട്ടു, അത്രയേ ഉള്ളൂ. അർച്ചിരാധിഗതി ആണ് അതിന് പറയുക. ഈ പറഞ്ഞതിനൊക്കെ പാടെ അർച്ചിരാധിഗതി എന്നാണ് പറയുക. അതുകൊണ്ട് സർവേശ്വര എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു വിശേഷ സംഗതികളൊന്നും ഇല്ല. ബ്രഹ്മലോകത്തിലെത്തിയിട്ടുള്ള ഒരാൾ പ്രാകൃത പ്രളയത്തിലും മുക്തി നേടും, അല്ലെങ്കിൽ അതിനു മുമ്പേ മുക്തി നേടും അവനവൻ്റെ കഴിവിനനുസരിച്ച്. അതിന് സപ്താവരണത്തെ ആണ് പിളരുന്നത്. മഹത്തത്വം പ്ലസ് മായ കൂടെ പഞ്ചഭൂതങ്ങളും. ഇതിന് മൊത്തത്തിൽ ഇതിനൊക്കെ കൂടി അർച്ചിരാധിഗതി എന്ന് പറയുകയും ചെയ്യും. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.